എത്ര പേജുണ്ട് പോരാളി ഷാജി എന്ന പേര്? പോരാളി ഷാജി ഒഫീഷ്യൽ, പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം? 10 ആണോ 100 ആണോ? എത്ര എണ്ണം? ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഡ്മിനാണെങ്കിൽ പുറത്തു വരണം. ഞാനാണ് അഡ്മിൻ എന്ന് ധൈര്യത്തോടെ പറയുന്നത്. അത് ഒരു ചാനലിലാണ് ആദ്യമായിട്ട് മറിച്ചൊരു വാർത്തയായിട്ട് അവതരിപ്പിച്ചു. ആ വാർത്ത വന്ന ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണെന്നാണ് തോന്നുന്നത്. അന്തിച്ചർച്ചയും ഉണ്ടായി. ആ ചർച്ചയെല്ലാം കഴിഞ്ഞിട്ട് ആ ചാനലിൻ്റെ കണ്ണൂരിൻ്റെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് മറിച്ചാണെന്ന് ഞങ്ങൾക്ക് അറിയാം, പക്ഷേ ഒരു വലിയ ചർച്ചയും വിവാദവും ആയല്ലോ, എന്താണ് നിങ്ങൾക്ക് പ്രതികരണമായിട്ടുള്ളത്? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചു കൊടുക്കുക, എന്നിട്ട് എന്നോട് തന്നെ പ്രതികരണവും ചോദിക്കുക. പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായരെ പോലുള്ള വളരെ പ്രഗത്ഭനായ ഒരാളുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തനം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആവണം എന്ന് കരുതുന്നവരുടെ ചാനലിൽ തന്നെ വരുന്നു എന്നത് അത് കുറച്ച് ദൗർഭാഗ്യകരം. ഈ പോരാളി ഷാജിയെ കുറിച്ചല്ല എം.വി. ജയരാജൻ അവിടെ പറഞ്ഞത്, അതിന്റെ വ്യാജ പ്രൊഫൈലിനെ കുറിച്ചാണോ? ആ പേജിനെ കുറിച്ചായിരുന്നില്ലേ? അല്ല, ഒരു എത്ര പേജുണ്ട് പോരാളി ഷാജി എന്ന പേര്? പോരാളി ഷാജി ഒഫീഷ്യൽ, പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം? 10 ആണോ 100 ആണോ? എത്ര എണ്ണം? ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഡ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അഡ്മിനാണെങ്കിൽ പുറത്തു വരണം. ഞാനാണ് അഡ്മിൻ എന്ന് ധൈര്യത്തോടെ പറയുന്നത്. ഞാൻ കൈകാര്യം ചെയ്യുന്ന പ്രൊഫൈലിൽ ഒരിക്കലും ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ വന്നിട്ടില്ല എങ്കിൽ അത് പറയണം. ആരാണ് പോരാളി ഷാജി? ഇത് സമൂഹത്തിന് അറിയണ്ടേ? ഇപ്പൊ എം.വി. ജയരാജന്റെ ഫേസ്ബുക്ക് പേജ് അറിയും, എം.വി. ജയരാജൻ്റെതാണെന്ന് അറിയും. അത് പബ്ലിക് പ്രൊഫൈലിലും ഉണ്ട്, ക്ലോസ്ഡ് ഗ്രൂപ്പുകളിൽ മാത്രമല്ല. അപ്പോ പോരാളി ഷാജി എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. സ്വാഭാവികമായും അത് ക്ലോസ്ഡ് സർക്യൂട്ട് രീതിയിലാണ് അതിൻ്റെ പോസ്റ്റുകളെല്ലാം വരുന്നത്. അപ്പൊ അതിലുള്ളത് എടുത്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ അതിലുള്ള ആരെങ്കിലും ഒരാൾ എടുക്കണം, അല്ലെങ്കിൽ കൊടുക്കാൻ കഴിയില്ലല്ലോ പുറത്ത്. അപ്പോൾ അത് ആരാണ്? ഈ കൊണ്ടോട്ടി സഖാക്കൾ എന്നത് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. ഡ്യൂപ്ലിക്കേറ്റിലാണ് ഇങ്ങനെ വരുന്നത് ഇത്തരം കാര്യം, ഒറിജിനൽ വരുന്നത് ആരാണെന്ന് അറിയില്ല, അറിയില്ല. എന്തായാലും നമ്മുടെ കൂട്ടത്തിലുള്ള ഷാജിമാർ ആരെങ്കിലും ഉണ്ടോ കണ്ണൂരിൽ? അറിയില്ല. കണ്ണൂരിൽ നിന്നാണോ ഇത് വരുന്നത്? അറിയില്ല. അറിയില്ല. ഞാൻ പറയുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ വാർത്തകൾ മാത്രം കൊടുക്കുന്ന ആണ് പോരാളി ഷാജിയുടെ ഒഫീഷ്യലെങ്കിൽ അത് ആരാണെന്ന് അദ്ദേഹം എന്നെ കേൾക്കുന്നതിലൂടെ പുറത്തു വരും. ഏതോ ഒരു സിനിമയിലൊരു രംഗം ഉണ്ടായിരുന്നു. 8 ലക്ഷത്തിലധികം ഫോളോവേഴ്സാണ് ഈ പോരാളി ഷാജിക്കുള്ളത്. അത് അധികവും ഈ നമ്മുടെ ഇടതുപക്ഷ അനുഭാവികളും ഒക്കെയാണ്. ആ പോരാളി ഷാജിയെയും CPM-ന് അറിയില്ല എന്നാണ്. അത് ആരതാന്ന് അറിയില്ല. ഇതെന്തായാലും ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാടുള്ള ആൾ കൊടുക്കുന്നതല്ല. ഏത് നമ്മുടെ റഹീമിനോട് ഈ എരണം കെട്ടവൻ അറിയില്ല. അതുകൊണ്ട് ഒറിജിനലായ ആള് രംഗത്ത് വരണം. ഇതാണ് ഞാൻ പറയുന്നത്. കണ്ടെത്താൻ കഴിയണമെങ്കിൽ അയാൾ രംഗത്ത് വരണം, എന്നിട്ട് അയാൾ പറയണം ഇതാണ് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ്, അതിൽ തെറ്റായ ഒരു കാര്യവും ആരും ഇടാൻ പാടില്ല, അഡ്മിൻ ഓൺലിയാണ്, ഞാനാണ് ഇതിനെ നയിക്കുന്നത്
ഞാൻ മാത്രമേ പോസ്റ്റ് ഇടാൻ പാടുള്ളൂ. ഇതൊരു സ്വാഭാവികമായ സ്ട്രാറ്റജി ആയിരിക്കില്ലേ? എതിരാളികൾ ഇപ്പൊ ഇടതനുകൂല പേജുകൾക്ക് അവർ ഡ്യൂപ്ലിക്കേറ്റ് വ്യാപകമായി ഉണ്ടാക്കുകയും അതുവഴി ഇടതുവിരുദ്ധ കണ്ടന്റുകൾ പ്രചരിപ്പിക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയ ഇപ്പോൾ നടക്കുന്ന ഒരു സ്വാഭാവിക സംഭവമാണ്. അത് സ്വാഭാവികമായ ഒന്നായി കരുതിക്കൂടാ. അതിന് പ്രോത്സാഹിപ്പിച്ചാൽ ഒരു നാട്ടിൽ വർഗീയ കലാപം ഉണ്ടാക്കാൻ പലർക്കും സാധിക്കും. ഇത് UDF കൈകാര്യം ചെയ്യുന്ന വ്യാജ അക്കൗണ്ടുകളായിട്ട് നമുക്കിപ്പോൾ ആശ്വസിക്കാം. അവർ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം പ്രചരിപ്പിക്കാനാണ്. നാളെ ഒരു തീവ്രവാദി അങ്ങനെ ഒരു വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഇതേ പേര് വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ചില സാധനങ്ങൾ കൊടുക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആദ്യകാലത്ത് സോഷ്യൽ മീഡിയ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചതാണ്, ആശയപ്രചരണമായിരുന്നു. അത് പിന്നീട് മാറി വ്യാജ അക്കൗണ്ടിലേക്ക് എത്തി. മാത്രമല്ല വിലക്കെടുക്കാൻ തുടങ്ങി. പഴയ പോരാളി ഷാജി ആരാന്നറിയില്ല. കണ്ടന്റ് ഏറ്റവും നല്ല കണ്ടന്റ് വന്നിട്ടുണ്ട്, എന്നാൽ ഏറ്റവും മോശപ്പെട്ട കണ്ടന്റും വന്നിട്ടുണ്ട്. അത് നമുക്കറിയില്ല, നോക്കണം. ഒറിജിനൽ ആര് എന്നുള്ളത് പറയണം. ഞാൻ പറഞ്ഞതിന്റെ സംഗതി മനസ്സിലായത്, പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ട് 10 or 100 വന്നിട്ടുണ്ട്. ഈ 10 or 100 വന്നതിൽ ഒറിജിനലായി ഇടതുപക്ഷ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കി വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച അഡ്മിൻ MP ജയരാജനാണെങ്കിൽ MP ജയരാജൻ ധൈര്യത്തോടെ പറയണം. ഇതേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. യെസ്, അതിലൊരു തർക്കമില്ല. പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലാണ് ഈ വ്യാജ പ്രൊഫൈൽ. അങ്ങനെ ഒരുപാട് പരാതി കൊടുത്തു. അത് കണ്ടെത്താൻ കഴിയുന്നതിന് തടസ്സമില്ല. അങ്ങനെ ചില പരാതികൾ കൊടുത്തു. ഇതിനെ തുടർന്ന് സജി ചെറിയാനെതിരായിട്ട് ഒരു പോസ്റ്റ് ഇട്ടല്ലോ. സജി ചെറിയാൻ ഈ പറഞ്ഞ കമന്റുകൾ വെച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടതിനെതിരെ അവിടുത്തെ LDF ഒരു പരാതി കൊടുത്തിരുന്നു. അതിലൊരു കേസും ഉണ്ട്. അല്ലല്ല, അത് സമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരലാണ് എൻ്റെ ഉത്തരവാദിത്വം. എന്ന് പറഞ്ഞാൽ സമൂഹം വളരെ ജാഗ്രതയോടെ സോഷ്യൽ മീഡിയയെ വീക്ഷിക്കണം. അതിന് MP ജയരാജനാണ് ഉദാഹരണം. നിങ്ങൾ വേറെ ആരും എടുക്കണ്ട. MP ജയരാജൻ കൊടുക്കുന്ന പോസ്റ്റുകളിൽ എന്തെങ്കിലും ഇടതുവിരുദ്ധ സ്വഭാവമുള്ള പോസ്റ്റുകൾ കണ്ടെത്തിയാൽ ജയരാജനെ വിലക്കെടുക്കുകയോ ജയരാജൻ രാഷ്ട്രീയ മാറ്റം സംഭവിച്ച ഒരു ജഡമായി മാറുകയോ ചെയ്തിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് ഞാൻ തുറന്ന് ജനങ്ങളോട് പറയുകയാണ്, അങ്ങനെ ഒരു MP ജയരാജൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലോ മറ്റു പ്ലാറ്റ്ഫോമുകളിലോ ഇൻസ്റ്റാഗ്രാമിലോ മറ്റു പ്ലാറ്റ്ഫോമുകളിലോ ഇങ്ങനെ വന്നാൽ അത് ജാഗ്രതയോടെ ശ്രദ്ധിക്കണം. ഈ പോരാളി ഷാജിക്കെതിരെ കോൺഗ്രസും വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ ഉയർത്തിയിരുന്നു നേരത്തെ. ഇപ്പൊ നിർത്തിയോ അവര്? ഇപ്പൊ നിർത്തിയിട്ടുണ്ടോ? അല്ല, ചോദിക്കുക. ഇപ്പൊ നിർത്തുന്നുണ്ടെങ്കിൽ ഇതാണ് കാരണം. കോൺഗ്രസിന്റെ ഈ ആഹ്വാനം എന്താ അവര് പറയുന്നത്? CPIM ഫ്രെയിമിട്ട് ഫേക്ക് ID ഉണ്ടാക്കൂ, കൺഫ്യൂഷൻ ഉണ്ടാക്കണം, പാർട്ടിയിൽ നിന്ന് പാർട്ടിയെ തിരുത്തുന്ന രീതിയിലാവണം. ഇതേ കാര്യം തന്നെയാണ് കോൺഗ്രസിന് വടകരയുടെ കാര്യം ചിലയായിട്ട് പരാമർശങ്ങൾ പറയാം. ഉദാഹരണത്തിന് കോൺഗ്രസ്സുകാർ പറയുന്നത് ഇപ്പോൾ വടകരയിലെ തെരഞ്ഞെടുപ്പ് കാലത്ത് കാസർഗോഡ് പ്രയോഗം അല്ലെങ്കിൽ പരാമർശം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. കാസർഗോഡ് നോക്കിയിരുന്നു എന്ന് UDF തന്നെ പ്രചരിപ്പിച്ചു എന്നൊരു പ്രചാരണമുണ്ട്. അപ്പോൾ അതിന്റെ പരാതിയും അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ അതെവിടെയും എത്തിയിട്ടുമില്ല. യഥാർത്ഥത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തുല്യമായി തന്നെ ഈ വ്യാജമായ കാര്യങ്ങൾ അങ്ങനെ കാണല്ല. അത് നിങ്ങൾ എല്ലാം സമന്മാരാണ്, എല്ലാം ഒരുപോലെയാണ് എന്ന ഒരു അരാഷ്ട്രീയ അരാജക ചിന്തയിലേക്ക് നയിക്കുന്നത്. ഇത് ഞാൻ തെളിവുകൾ ഹാജരാക്കിയിട്ടാണല്ലോ പറയുന്നത്. ടീച്ചർക്കെതിരായി അധിക്ഷേപം ഉയർന്നു വന്നതിൻ്റെ നിരവധി കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഇത് നമ്മളാരും സൃഷ്ടിക്കുക? ടീച്ചർക്കെതിരായിട്ടല്ലേ? ടീച്ചറുടെ ചിത്രം വെച്ചിട്ട് ഞാനത് ടീച്ചറത് കാണാതിരുന്നതാണ്, നിങ്ങളുടെ കണ്ടതായിരിക്കും എന്ന് പറഞ്ഞു. കോവിഡ് റാണി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊരു ചിത്രം തയ്യാറാക്കി അവതരിപ്പിക്കുന്ന നമ്മളാരെങ്കിലും ചെയ്യും? സംസ്കാര സമ്പന്നമായ കേരളീയ സമൂഹത്തിൽ ആരെങ്കിലും ചെയ്യും? അപ്പം അതുകൊണ്ട് ഇത് UDF നടത്തുന്നതിനെ ന്യായീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇടതുപക്ഷം ഇങ്ങനെ ചെയ്യുന്നു, UDF ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പൊതുവൽക്കരണ സിദ്ധാന്തം ശരിയാണ്.
കാരണം ഇടതുപക്ഷത്തിൻ്റെ കാഴ്ചപ്പാട് വ്യക്തമായി സോഷ്യൽ മീഡിയയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, തെറ്റായ വിധത്തിൽ ആരെങ്കിലും CPIM-ന്റെ ഫേസ്ബുക്ക് പേജിലോ പാർട്ടി നേതാക്കന്മാരുടെ പേജുകളിലോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് കണ്ടെത്തി തിരുത്തിക്കാൻ നോക്കുന്നവരാണ് CPI. അതുകൊണ്ട് അത് രണ്ടും ഒരുപോലെ നിങ്ങൾ വിലയിരുത്തരുത്. അത് പോലീസ് നോക്കിയല്ലേ അത്. കോൺഗ്രസ് അല്ലെങ്കിൽ ലീഗ് അനുകൂല വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു എന്ന് പറയുന്നത് അത് അങ്ങനെയല്ല എന്ന് അവർ തന്നെ പറഞ്ഞു. അവർ തന്നെ പരാതി കൊടുത്തു, അവർ തന്നെ കൈക്കൊടുത്തി. എന്തെന്നായാലും വാട്സപ്പ് ഹർത്താൽ നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ ആളെ പിടിച്ച് ജയിലിൽ വെച്ചിട്ടില്ല. അതിന് ആരാണ് ആഹ്വാനം ചെയ്തതെന്ന് കണ്ടെത്തിയത്. അപ്പം അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് തെളിയും. ഞാൻ സമൂഹത്തോട് പറയുന്ന ഒരു കാര്യം, ഇതിന് ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാവാനിടയുള്ളതാണ്. അതുകൊണ്ട് ജനങ്ങളാകെ ജാഗ്രത പാലിക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം ഇതേ ഉള്ളൂ, വ്യാജ പ്രൊഫൈലുകളും മറ്റുമായി വരുന്നതും ചിലപ്പോൾ ഇടത് അനുകൂലമാണെന്ന പേരിൽ വരുന്നതുമൊക്കെ കണ്ടാൽ അതൊന്ന് ക്രോസ് ചെക്കിങ് നടത്തണം. ഇനി തുറന്ന് ഞാനങ്ങ് പറയും, MV ജയരാജൻ മരിച്ചു എന്ന് നിങ്ങൾ വാർത്ത കണ്ടാൽ ജയരാജൻ്റെ ഫോൺ നമ്പർ 9447083325 എന്ന നമ്പറിൽ വിളിച്ച് ചോദിക്കണം. ഇതിനപ്പുറം എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സത്യമാണോ എന്ന് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ സത്ത ഇതേ ഉള്ളൂ. നിങ്ങൾ ഒരു പ്രൊഫൈലിൽ ഒരു സംഗതി വന്നാൽ അത് ഒരു ക്രോസ് ചെക്കിങ് നടത്തും. അത് ആർക്കുകൂടി ബാധകമാണ്. ആ 24 ചാനലിൽ ഇങ്ങനെ ചർച്ച ചെയ്യേണ്ടി വരുമായിരുന്നു. എന്നെ ഒന്ന് വിളിച്ചൊന്ന് ചോദിച്ചാൽ പോരെ. എൻ്റെ കയ്യിൽ അന്നത്തെ പ്രസംഗമുണ്ട്. എന്നൊന്ന് വിളിച്ച് ചോദിച്ചാൽ ഞാനത് ക്ലിയർ ചെയ്താൽ അന്തിച്ചർച്ചയും ഒഴിവാക്കാൻ. അപ്പോൾ നാം വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ടല്ലെങ്കിൽ അപകടത്തിൽ ചെന്നിക്കണം. ഇതേ ഉള്ളൂ എൻ്റെ ഉദ്ദേശം, അല്ലാതെ വേറെ യാതൊന്നും ഞാൻ കരുതുന്നില്ല. ഇത് ഏതൊക്കെ ഘടകങ്ങളിൽ ഏതൊക്കെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ ഇത്തരത്തിലുണ്ടോ അവർക്കെല്ലാം ബാധകമാണ്. അതൊരു പൊതു കാര്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് കണ്ടെത്താൻ കഴിയും, ഞാനില്ലാത്ത സോഷ്യൽ മീഡിയ അപാര പാണ്ഡിത്യമുള്ള ആളല്ല. എൻ്റെ ശ്രദ്ധയിൽ വന്നത് ആദ്യം ഈ കോൺഗ്രസിൻ്റെ സാധനമായിരുന്നു. ഇങ്ങനെ വാട്സപ്പ് നോക്കുന്ന സമയത്ത് അന്ന് ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രദ്ധയിൽ വന്ന ഇതായി. അപ്പോൾ പിന്നെ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അങ്ങനെ നോക്കി. പിന്നെ ശ്രദ്ധയിൽ വന്ന ഒരു കാര്യം, ടീച്ചർക്കെതിരായും മറ്റും നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ എനക്ക് കൂടി അയച്ചു തന്നപ്പോഴാണ്. അപ്പോഴാണ് പിന്നെ ഇത് തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞപ്പോൾ ഒരിടത്ത് ഞാൻ ഒരു ജാഗ്രതപ്പെടൽ വേണമെന്നുള്ളത് കൊണ്ട് പറഞ്ഞത്. അത് അത് യഥാർത്ഥ പോരാളി ഷാജിയാണോ? അതെ, അത് ആര്? ഷാജി ആര്? കുന്നോത്ത് പറമ്പ് ഷാജിയാണോ? അല്ല, തൃശ്ശൂരിലെ അയ്യത്തോട് ഷാജിയാണോ? ആര്? 2015 മുതൽ ഈ പോരാളി ഷാജി ഉണ്ട്. അതേത് ഞാൻ പറഞ്ഞല്ലോ. ഇത് ഞാൻ സമൂഹത്തിന് മുമ്പാകെ വെക്കുന്നതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകൾ ഇടുന്നതാണ് പോരാളി ഷാജി എങ്കിൽ അദ്ദേഹം തുറന്നു പറയും, ഞാനാണ് ഷാജി. പാർട്ടിയുടെയോ മുന്നണിയുടെയോ ഇടതുപക്ഷത്തിൻ്റെയോ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ചില പ്രൊഫൈലുകൾ നമുക്ക് നോക്കാം. ഇത് പോരാളി ഷാജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഫൈൽ വന്നതാണ്, ഇലക്ഷൻ്റെ സമയത്ത് വന്നതാണ്. വല്ലാതെ അഹങ്കരിക്കരുത് റഹീമെ, തെറ്റ് കണ്ടാൽ വിമർശിക്കും. പാർട്ടിയുടെ ശമ്പളം വേണ്ട. പോരാളി ഷാജി, റഹീമിൻ്റെ ചിത്രമുണ്ട്. പോരാളി ഷാജി എന്നതിൻ്റെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റൊരു ചിത്രമുണ്ട്. ഇത് കുറച്ച് മുമ്പ് വന്നതാണ്. ഭരണം വേണ്ട, സഖാക്കളുടെ ജീവൻ മതി. ഇത് മറ്റൊരു പോസ്റ്റാണ്. വടകരയിൽ ഷാഫിക്ക് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടാക്കി കൊടുത്തത് ഈ എരണം കെട്ടവനാണ്. ഇത് മറ്റൊരു ഗ്രൂപ്പിൻ്റെതാണ്, കൊണ്ടോട്ടി സഖാക്കൾ.
അതിൽ മഹാഭൂരിപക്ഷവും ഇടതുപക്ഷ അനുകൂല പോസ്റ്റുകളാണ് വരുന്നത്. മുഖ്യമന്ത്രി സൂര്യനെ പോലെ അടുത്തു പോയാൽ കരിഞ്ഞു പോകും, മുഖ്യമന്ത്രിയുടെ വക്രീകരിച്ച ചിത്രത്തോടുകൂടി. ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നതാണ്. കോവിഡ് റാണിയുടെ ക്ലിപ്പ് ഇറങ്ങി കെട്ടു, അത് അശ്ലീല കാര്യങ്ങളെ കുറിച്ചാണ്. അല്ലെങ്കിലും ടീച്ചർക്ക് വൈറസുകൾക്ക് ടീച്ചറെ കണ്ടുകൂടാ. ഇത് മറ്റൊന്നാണ്. ഇത് കൊണ്ടോട്ടി സഖാക്കൾ എന്ന് പറഞ്ഞിട്ട് തന്നെ വന്ന ഒന്നാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, SFIയുടെ പ്രവർത്തകനായിരിക്കെ പി രാജീവനെ അന്നത്തെ UDF ഭരണകാലത്ത് ക്രൂരമായി ആക്രമിച്ച് വസ്ത്രം കീറി പിടിച്ചു കൊണ്ടുപോകുന്ന ചിത്രം. എന്താ തലക്കെട്ട്? ഇതെന്താ സംഭവം? ഉത്സവപ്പറമ്പിൽ സ്ത്രീയെ ശല്യം ചെയ്ത ആളെ നാട്ടുകാർ കൈകാര്യം ചെയ്ത് പോലീസിനെ ഏൽപ്പിച്ചതാണ്. ഇത് നമ്മെ വിട്ടുപിരിഞ്ഞ ആനന്ദനെ പറ്റിയിട്ടുള്ള മോശപ്പെട്ട ഒരു പരാമർശമാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു തൊഴിലാളി വർഗ നേതാവ്, കയർ തൊഴിലാളികളുമായി ആത്മബന്ധം സ്ഥാപിച്ച ഒരു നേതാവ്, അദ്ദേഹത്തെക്കുറിച്ചാണ് കളിയാക്കി ലാൽ സലാം സഖാവ്. ആനത്തലവട്ടത്തിൻ്റെ ചരിത്രപരമായ ഇടപെടൽ കൊണ്ട് നമ്മുടെ സ്വന്തം ചൈനയിൽ നടന്ന മിസ് വേൾഡ് മത്സരത്തിൽ ഇന്ത്യക്ക് അവാർഡ് കിട്ടി. ഇത് കുറച്ച് മുമ്പത്തതാണ്. അതും പോരാളി ഷാജി. കുടിയന്മാരായ ക്രിസ്ത്യാനികളുടെയും മറ്റ് നായന്മാരുടെയും വോട്ടില്ലേലും ഞങ്ങളുടെ സഖാവ് സജി ചെറിയാൻ 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ ജയിച്ചു. ഇതും നേരത്തെ വന്ന കാര്യമാണ്. ഈ അടുത്ത കാലത്തെ പോസ്റ്റാണ്. തലശ്ശേരിയിലെ പ്രമുഖ മുസ്ലിം തറവാടിൻ്റെ പിന്തുണ ഹിന്ദു വോട്ടുകൾ അകലാൻ കാരണമായി. KK ശൈലജ പറഞ്ഞതായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ ജനങ്ങളെ അണിനിരത്തിയും നിയമപരമായും പ്രതിരോധിക്കാൻ വൈകിയാൽ ഇടതുപക്ഷത്തിന് വൻ വില നൽകേണ്ടി വരും എന്ന് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ പോസ്റ്റാണ്. തയ്യൽ ടീച്ചറുടെ ക്ഷണം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ തരുന്നവർക്ക് സമ്മാനം തരുന്നതാണ്. ഇത് ഒന്ന് ടീച്ചറെ കളിയാക്കിക്കൊണ്ടുള്ളതാണ്. ആ കളിയാക്കൽ എന്ന് പറയുന്നത് KK ശൈലജയ്ക്ക് വടകരയിൽ വൻ വിജയം പ്രവചിച്ച ചൈനീസ് പത്രം. ഇതെല്ലാം ഈ സെറ്റ് മുഴുവൻ ടീച്ചറെ തെരഞ്ഞെടുപ്പ് കാലത്ത് വ്യക്തിഹത്യ നടത്തിയ, വസീഫിനെയൊക്കെ വ്യക്തിഹത്യ നടത്തിയ നിരവധി പോസ്റ്റുകളാണ്, ചിത്രസഹിതം. ഓരോന്ന് വിവരിക്കണ്ടല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ 2 രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. ഒന്ന്, UDF വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി. ആ വ്യാജ പ്രൊഫൈലുകൾ എന്ന് പറയുന്നത് തന്നെ ഇടതുപക്ഷ പേരുള്ള പ്രൊഫൈലുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ വിരുദ്ധ പ്രചാരവേല സഭ്യേതരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുക. തെരഞ്ഞെടുപ്പ് കാലത്ത് അത് ശക്തിപ്പെട്ടു. അതിന് നിർദ്ദേശം കോൺഗ്രസ് തന്നെ കൊടുത്തതാണ് ഞാൻ ആദ്യം ഇവിടെ വായിച്ചത്. 2, ഇടതുപക്ഷ പ്രൊഫൈലുകൾ എന്ന് പറയുന്നതിൽ ചിലരിടുന്ന ചില കമന്റുകൾ, ചില പോസ്റ്റുകൾ ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വിധത്തിലാവുക. അപ്പൊ നല്ല ജാഗ്രത എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സ്വീകരിക്കേണ്ടതുണ്ട്. സോഷ്യൽ മീഡിയ വഹിക്കുന്ന പങ്കിനെ കുറിച്ച് എനിക്ക് അശേഷ സംശയമില്ല. പ്രത്യേകിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾ. ഏത് ഉടമയുടെ മാധ്യമമാണോ അത്, ദൃശ്യ ശ്രവ്യ മാധ്യമം, അച്ചടി മാധ്യമങ്ങൾ, അതാരുടെ ഉടമസ്ഥതയിലാണോ ആ ഉടമയുടെ വർഗ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ സാഹചര്യത്തിൽ കോർപ്പറേറ്റുകൾ പല മാധ്യമങ്ങളെയും വിലക്കെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ
വലതുപക്ഷ മാധ്യമങ്ങൾ പുരോഗമന പക്ഷത്തിനെതിരാണ്. അങ്ങനെ വരുമ്പോൾ സോഷ്യൽ മീഡിയ അത് കൈകാര്യം ചെയ്യുന്നവർ തന്നെയാണ് അവരുടെ ഉടമകൾ. ആദ്യകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള അപജയങ്ങൾ സംഭവിച്ചിരുന്നില്ല, തെറ്റുകൾ സംഭവിച്ചിരുന്നില്ല, വ്യാജന്മാരുടെ അരങ്ങേറ്റം അങ്ങനെ ഉണ്ടായിരുന്നില്ല. സോഷ്യൽ മീഡിയ നല്ലതുപോലെ സമൂഹത്തിൽ അനീതിക്കും കൊള്ളരുതായ്മകൾക്കുമെതിരായി പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോഴും ധാരാളം പേർ അങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. ഒരവസരം ഞാൻ പറയാം. മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലത് ബഹിഷ്കരിച്ചു, വാർത്ത കൊടുക്കാണ്ടായി. അതോടൊപ്പം ചിലരത് വളച്ചൊടിച്ചു കൊടുക്കാൻ തുടങ്ങി, ചിലർ ഭാഗികമായി കൊടുക്കാൻ തുടങ്ങി. അത്തരം ഒരു ഘട്ടത്തിൽ സോഷ്യൽ മീഡിയ കടന്നലുകൾ പോലെ പ്രതിരോധം തീർത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ചു. അപ്പോൾ സോഷ്യൽ മീഡിയയുടെ മഹത്തായ സംഭാവന അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പണമിറങ്ങാൻ തുടങ്ങി. സമ്പന്നന്മാർ സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ പിടിക്കാൻ തുടങ്ങി. കോർപ്പറേറ്റുകൾ തന്നെ സോഷ്യൽ മീഡിയയെ നയിക്കാൻ തുടങ്ങി. അക്കൂട്ടത്തിൽ വലതുപക്ഷ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ, ഇടതുപക്ഷ ഗ്രൂപ്പുകളിൽ നുഴഞ്ഞു കയറിയും വ്യാജ പ്രൊഫൈലുകൾ ഇടതുപക്ഷ പേരിൽ ഉണ്ടാക്കിയും നടത്തുന്ന നീക്കങ്ങളെക്കുറിച്ചാണ് ജാഗ്രതയോടുകൂടി സോഷ്യൽ മീഡിയയെ സമീപിക്കണം എന്ന് ഞാൻ പറഞ്ഞത്. അത് ഒരു ചാനലിലാണ് ആദ്യമായിട്ട് മറിച്ചൊരു വാർത്തയായിട്ട് അവതരിപ്പിച്ചത്. ആ വാർത്ത വന്ന ദിവസത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണെന്നാണ് തോന്നുന്നത്. അന്തിച്ചർച്ചയും ഉണ്ടായി. ആ ചർച്ചയെല്ലാം കഴിഞ്ഞിട്ട് ആ ചാനലിൻ്റെ കണ്ണൂരിൻ്റെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സഹപ്രവർത്തകൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് മറിച്ചാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഒരു വലിയ ചർച്ചയും വിവാദവും ആയല്ലോ, എന്താണ് നിങ്ങൾക്ക് പ്രതികരണമായിട്ടുള്ളത്? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞതിനെ വളച്ചൊടിച്ചു കൊടുക്കുക, എന്നിട്ട് എന്നോട് തന്നെ പ്രതികരണവും ചോദിക്കുക. ഇത് നമ്മൾ സാധാരണ ഷേക്സ്പിയറിൻ്റെ ഒരു കഥയെടുത്ത് പറഞ്ഞാൽ, ബ്രൂട്ടസേ നീയും എന്നോ എന്നാണ് ചോദിക്കേണ്ടത്. പ്രത്യേകിച്ച് ശ്രീകണ്ഠൻ നായരെ പോലുള്ള വളരെ പ്രഗത്ഭനായ ഒരാളുടെ നേതൃത്വത്തിൽ മാധ്യമപ്രവർത്തനം, സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പാരമ്പര്യം കാത്തുസൂക്ഷിക്കാൻ വേണ്ടി ആവണം എന്ന് കരുതുന്നവരുടെ ചാനലിൽ തന്നെ വരുന്നുവെന്നത് അത് കുറച്ച് ദൗർഭാഗ്യകരം. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, അവിടെ പാറാട്ടുക പൊതുയോഗം കേൾക്കാൻ വന്ന ഒരാൾക്ക് സംശയമില്ല. ഞാൻ ഉദ്ദേശിച്ചത് സമൂഹത്തിൻ്റെ മുമ്പാകെ വ്യക്തത വരുത്തണം എന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്.